ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്നറിഞ്ഞ അവരുടെ അനുഭവങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഷെഫിൻ്റെ ഉമ്മയ്ക്കുണ്ടായ അനുഭവമാണ്. ഷെഫിൻ്റെ ഉമ്മ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിരുന്നു, വീട് പണിക്കായിട്ട് മാറ്റി വെച്ചിരുന്ന എമൗണ്ടാണ് അത്. അതിൽ നിന്ന് അവൻ്റെ ഉമ്മ ഫ്ലിപ്കാർട്ട് വഴി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയുണ്ടായി. അപ്പം അവർക്ക് ആ സാധനങ്ങൾ വേണ്ട എന്ന് തോന്നിയതുകൊണ്ട് അവർ ഓർഡർ ക്യാൻസൽ ചെയ്തു. കുറച്ച് ഓർഡറിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടായിരിക്കും ഫ്ലിപ്കാർട്ട് അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. തുടർന്ന് അവർ അത് റിട്രീവ് ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ നടക്കാത്തത് കൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ കോൺടാക്റ്റ് നമ്പർ സംഘടിപ്പിക്കുകയും അതിൽ വിളിക്കുകയും ചെയ്തു. കോൾ കണക്റ്റായി. കോൾ എടുത്തത് ഹിന്ദിക്കാരാണ്. അവർ ഈ ഉമ്മയെ കൊണ്ട് പുതിയൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യിക്കുകയും ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാതിരുന്ന ഷെഫിൻ്റെ ഉമ്മ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇതിനോടകം തന്നെ അവർക്ക് ഈ ഷെഫിൻ്റെ ഉമ്മയുടെ ഫോണിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റി. അവരതുവഴി ഓപ്പറേറ്റ് ചെയ്ത് ഷെഫിൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന എമൗണ്ട് മുഴുവനായിട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. രണ്ടാമത് ഒരു അനുഭവം ഉണ്ടായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തന്നെയാണ്. ഒരു വർഷത്തിന് മുൻപ് അവർ ഉപയോഗിച്ചിരുന്ന ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുകയുണ്ടായി. തുടർന്ന് 3-4 ദിവസം വെയിറ്റ് ചെയ്യാൻ ആണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം അതിനിടയിൽ ഇവർക്കൊരു കോൾ വന്നു. സംസാരിക്കുന്നത് മലയാളി തന്നെയാണ്. ഇതുപോലൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരോട് OTP ആവശ്യപ്പെട്ടു. ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം അവർക്കും ഉണ്ടായിരുന്നില്ല. അവർ OTP പറഞ്ഞു കൊടുത്തു. ബാങ്കിൽ നിന്നാണല്ലോ വിളിക്കുന്നത്, മലയാളിയാണല്ലോ. OTP പറഞ്ഞു കൊടുത്തു. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വലിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഏകദേശം 5 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ എൻ്റെ മറ്റൊരു സുഹൃത്ത് എന്നോട് ഷെയർ ചെയ്തൊരു അനുഭവം, ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്കിലെ അക്കൗണ്ടിലേക്ക്, സ്വന്തം അക്കൗണ്ട് തന്നെയാണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ സമയത്ത് നെയിം കറക്റ്റായിട്ട് കാണിച്ചു. അവർ സെൻഡ് ചെയ്തു. സ്ഥിരം ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് സെൻഡ് ചെയ്തു. പക്ഷേ എമൗണ്ട് അവിടേക്ക് ക്രെഡിറ്റ് ആയില്ല. അന്വേഷിച്ചപ്പോൾ ബൈജു എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ഇത് പോയത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കും അറിയില്ല. 3-4 മാസമായിട്ട് അവർ ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് പോവുകയാണ്. പക്ഷേ ഇതുവരെയും യാതൊരു വിധ കാര്യവും ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അവരും ഇതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അവർ ഗൾഫിലെ അക്കൗണ്ടിൽ നിന്ന് നാട്ടിലെ ഒരു അക്കൗണ്ടിലേക്കാണ് എമൗണ്ട് മാറ്റാനായിട്ട് ശ്രമിച്ചത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്, ഈ ക്രൈം നടത്തുന്നവർക്ക് വേണ്ടത് നമ്മുടെ സ്ക്രീൻ തന്നെയാണ്. നമ്മുടെ സ്ക്രീൻ അവർക്ക് കാണുകയാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ പലതരത്തിൽ ഫ്ലിപ്കാർട്ടിൻ്റെ എൻക്വയറി നമ്പർ, പിന്നെ പരിവാഹൻ സൈറ്റിൻ്റെ ആപ്പ്, പിന്നെ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന നിരന്തരം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വഴിയാണ് നമ്മളിലേക്ക് അവരെത്തുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സ്ക്രീൻ കണ്ട് നമ്മുടെ OTP മനസ്സിലാക്കി നമ്മളെ കൊണ്ട് തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ എമൗണ്ടുകൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഇതിൽ ഹിന്ദിക്കാർ മാത്രമല്ല, ശരിക്കും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സംഘം തന്നെയാണോ എന്നറിയില്ല, ഒട്ടേറെ സംഘങ്ങളുണ്ടാകാം. എന്തായാലും പല ഭാഗത്തുനിന്നായിട്ട് ഇതുപോലുള്ള ക്രൈം നടക്കുന്നുണ്ട്. ഈ 3-4 ദിവസങ്ങളായിട്ട് പലരുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന പലർക്കും ഇതേ അനുഭവങ്ങൾ. പല ചെറിയ വ്യത്യാസങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പോകുന്ന വഴിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമുക്ക് തോന്നും, ഈ പോകുന്ന എമൗണ്ടുകൾ ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു അക്കൗണ്ടല്ലേ, ആ അക്കൗണ്ടിൻ്റെ ഉടമയെ കണ്ടെത്തിയാൽ ചിലപ്പോൾ നമുക്ക് എമൗണ്ട് തിരിച്ച് കണ്ടെത്തിക്കൂടെ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ പോലീസുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, ഈ അക്കൗണ്ടിന് ഉടമയെ തപ്പി നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബീഹാറിലോ ഒറീസയിലൊക്കെ ഉള്ള കുഗ്രാമത്തിലെ വയസ്സായ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ആവാം. അവിടെ ചെല്ലുമ്പോൾ അവർക്കിങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നോ അക്കൗണ്ട് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ മുന്നിലായിരിക്കും പോലീസുകാർ എത്തുക. മുൻപ് ആദ്യകാലങ്ങളിൽ പോലീസുകാർ ഒത്തിരി അക്കൗണ്ടുകളുടെ പുറകെ പോയി ഇവിടെയെല്ലാം എത്തി നിന്നതാണ്. എൻ്റെ ബാങ്കിൽ നിന്ന് എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോയിരിക്കുന്നത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, പേടിഎം എന്ന് പറയുന്ന അക്കൗണ്ടുകളിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ എമൗണ്ടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവരപ്പം തന്നെ ആ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്ക്
എമൗണ്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം നമുക്ക് ഈ പണം എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ട്രാൻസാക്ഷൻ, അതായത് ഒരു 7 or 8 അക്കൗണ്ടിലേക്ക് മാറ്റി അവരിത് വസൂലാക്കി എടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതിന് പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ലെയർ എന്നാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയ 8 ട്രാൻസാക്ഷനും ചെന്ന് എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ലെയറിലാണ്. സെക്കൻഡ് ലെയറിൽ അവർ അതിനെ മാറ്റി അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റും. ഇത് ഒരു 5-6 ലെയർ വരെ പോലീസുകാർക്ക് കളക്ട് ചെയ്യും. പക്ഷേ ആ 5-6 മിക്കവാറും ഫ്രോഡ് നമ്പറായിട്ട് പല തവണകളിൽ റിപ്പോർട്ട് ചെയ്ത, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുള്ള പല അക്കൗണ്ടുകളും 15-16 തവണ പോലീസുകാരുടെ സെർവറിൽ തന്നെ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകളിലേക്കാണ് അവർ മാറ്റുന്നത്. അവസാനം അവർ മാറ്റി പിന്നെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെ മാറിപ്പോകുന്നത്. അതായത് ഇപ്പോൾ 45,000 എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ അതിൽ നിന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ ഒരു 40+5 എന്നുള്ള ക്രമത്തിലോ 30+15 എന്നുള്ള ക്രമത്തിലോ അങ്ങോട്ടേക്ക് മാറ്റും. അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ പിന്നെയും മാറ്റും. അങ്ങനെ മാറ്റി പിന്നെ അത് ഒന്നിച്ച് ഏതെങ്കിലും അക്കൗണ്ടിൽ കൊണ്ടുവന്ന് അവിടെ വിഡ്രോ ചെയ്തെടുക്കും.